ഇതാരാന്ന് നോക്കി. ടോമി കീപ് ക്വയറ്റ്. വരൂ വരൂ, പതിവില്ലാത്ത വിരുന്നുകാരാണല്ലോ. വഴി തെറ്റി വന്നാണമ്മേ. അതൊന്നുമല്ല, ലക്ഷ്യം ഇങ്ങോട്ട് തന്നെയായിരുന്നു. നായി വല്ലാതെ കുരയ്ക്കുന്നു. എന്ത് പറ്റിയവന്? എന്തെങ്കിലും കണ്ടു കാണും. ഞാൻ ഇവനെ കൂട്ടിട്ട് വരാം. എവിടെയെങ്കിലും കയറിയിരിക്കൂ. ഇപ്പൊ വരാം. കാണും ടോമി, കാൺ. പ്രത്യേകിച്ച് കയറിയിരിക്കാം. പ്രത്യേകിച്ചൊന്നുമില്ല. മാലുവിനോട് അല്പം സംസാരിക്കാനുണ്ടായിരുന്നു. എന്നോടോ? അതെ. നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാനിപ്പോ കാപ്പി ഇട്ടുണ്ട്. വേണ്ട, അങ്ങനെയല്ല, കൊണ്ടുവരട്ടെ. എനിക്ക് വേണം. മാലു, ഇനി അടുത്ത് വരൂ. ഞാനിവിടെ നിന്നോളാം. വളരെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങളാണ്. എന്റെ ചില ചോദ്യങ്ങൾക്ക് മാലു ശരിയായ മറുപടി തരണം. കേൾക്കട്ടെ. നീയും ഗോപിയും പരസ്പരം സ്നേഹിച്ചിരുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ലല്ലോ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കാരണവശാൽ? ഇല്ല, ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. ഗോപി ആത്മഹത്യക്ക് ശ്രമിക്കുവാൻ നീ മുഖാന്തരം ഒരു കാരണം ഉണ്ടായിട്ടില്ല അല്ലേ? എന്തെങ്കിലും എനിക്കറിയാമായിരുന്നെങ്കിൽ ഞാൻ അതിൽ നിന്നും പിന്തിരിപ്പിക്കുമായിരുന്നു. യെസ്, ഐ അഡ്മിറ്റ്. മേ ബി ഡിഫിക്കൽട്ട് ഫോർ യു ടു ആൻസർ, ബട്ട് ദയവായി. തീർച്ചയായും മറുപടി പറയാം. ഈ നായ എപ്പോഴും മാലുവിന്റെ കൂടെ തന്നെ ഉണ്ടാവുമല്ലേ? ഉണ്ടാവും. എന്താണ്? ബോധമില്ലാതെ കിടന്ന ഗോപിയുടെ അടുത്തും ഈ നായയെ കണ്ടു. അമ്മേ, അമ്മേ. പറയൂ കുട്ടി, ഒരു പ്രധാന സംശയമാണ്. ഇല്ല, എനിക്കൊന്നും അറിയില്ല. എന്നോടൊന്നും ചോദിക്കരുത് പ്ലീസ്. അമ്മേ, അമ്മേ. ഇതാ കാപ്പി. ഓ, എനിക്ക് ഈ വീട്ടിലേക്ക് വരാൻ തന്നെ പേടി തോന്നുന്നു. എന്തിന്? എന്തോ എനിക്ക് തന്നെ അറിഞ്ഞൂടാ. നിന്നെ ഞങ്ങൾ ഇവിടുത്തെ കുട്ടിയായി കരുതിപ്പോയി, അതുകൊണ്ടാ വരാൻ പറഞ്ഞത്. ആഹാ, മാലുവിനെ കണ്ടിട്ട് കുറച്ചു ദിവസം ആയല്ലോ. ഇത് മാലുവിന്റെ നായല്ലേ? മേനോൻ സാറിന് നായയെ ഇഷ്ടമല്ല. മാലു, നായ ഉരച്ചാൽ അച്ഛൻ ശോഭിക്കും. വേഗത്തിനെ പറഞ്ഞേ. ടോമി, പോകൂ. എന്ത് ബുദ്ധിയുള്ള മൃഗം. അന്വേഷണങ്ങളെല്ലാം ചെന്ന് മുട്ടുന്നത് ഈ വീടിന്റെ വലിയ ചുമരുകളിലാണ്. അല്ല ഡോക്ടർ, ഗോപിയെ കൂടി എന്റെ ജോലിസ്ഥലത്തേക്ക് കൊണ്ടുപോയാലോ? അത് ശരിയാവില്ല. അവൻ ജനിച്ചു വളർന്ന ചുറ്റുപാടിൽ നിന്ന് മാത്രമേ അവന്റെ ഓർമ്മകൾ തെളിഞ്ഞു വരികയുള്ളൂ. ടോമി, ടോമി, ടോമി. ടോമി. എവിടെയാണ് പിടിപൊട്ടിയത്? എന്താണ് സംഭവിച്ചത്? ഞാൻ ഭയന്നുപോയി. എന്റെ ശരീരം എപ്പോഴും വിറയ്ക്കുന്നു. എന്താണ് വെച്ചാ? ഞാനൊരു കാര്യം ഒരു പ്രാവശ്യമേ പറയൂ. പോകൂ എന്റെ മുമ്പിൽ നിന്ന്. എന്താ മനു? പറയൂ. എന്റെ ടോമി.
അങ്കിൾ കിടങ്ങുകയാണ് ചെയ്തത്. എനിക്കെന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാം. എനിക്കറിഞ്ഞൂടാ. ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ. എന്നെ ഞാൻ എവിടെ അന്വേഷിക്കും? എങ്ങും അന്വേഷിക്കണ്ട. നാളെ നിങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ നിങ്ങൾക്ക് നിങ്ങളെ കണ്ടെത്താം. മനസ്സിലായില്ലേ? ഞാൻ ഉണ്ണി, പഴയ ഉണ്ണി. ഉണ്ണിയല്ല, യുവാവ്. തമാശ തമാശ. അമ്മ വരില്ലേ? വയസ്സായില്ലേ, ഇപ്പൊ പുറത്തിറങ്ങാറില്ല. തന്റെ അമ്മയല്ലടോ. ഗോപിയേട്ടന്റെ അമ്മയോ? പാവം. കരഞ്ഞു കരഞ്ഞ് കരഞ്ഞു കരഞ്ഞ് കരഞ്ഞു കരഞ്ഞ് കരഞ്ഞു കരഞ്ഞ്. എന്റെ അമ്മയോ? അല്ല, ചിരി ചിരിച്ച് ചിരി ചിരിച്ച് ചിരി 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 ചിരിച്ച്. ഒന്ന് ചുമ്മായിടോ. അപ്പോൾ ഇനി വീട്ടിൽ നിന്ന് ആരും വരില്ല അല്ലേ? നാളെ വീട്ടിലേക്ക് പോവുകയല്ലേ, പിന്നെ ആ കാര്യം ഓർത്ത് വിഷമിക്കുന്ന എന്തിനാ? എന്താ എന്താ? ഒരു നായുടെ ശബ്ദം കേൾക്കുന്നില്ലേ? ഏറാടിക്ക് ഫോൺ ചെയ്യൂ. എനിക്ക് നല്ല സുഖമില്ല. എന്താ? അല്ല, ഞാൻ പറഞ്ഞതിന് മറുപടി കിട്ടിയില്ലല്ലോ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല എന്നുകൂടി പറയാം. ഞാനൊരു രോഗിയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എന്റെ ഓപ്പൺ ഹാർട്ട് ആയതുകൊണ്ട് ഞാൻ ഇത്രയും തുറന്നു പറയുന്നത്. ഒന്നുകിൽ നിങ്ങൾ എന്നെ പ്രേമിക്കുക, അതെനിക്ക് നിർബന്ധം. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വേറെ നേഴ്സുമാരുണ്ടല്ലോ. എന്നാ അതാണ് നല്ലത്. പോവുകയാണ്. ചാച്ച ഒന്ന് രക്ഷപ്പെടുത്താന്ന് കരുതിയപ്പോ വരും പറയട്ടെ. ഞാൻ പറഞ്ഞതിന് മറുപടി കിട്ടിയില്ലല്ലോ. അനിയ, എനിക്ക് ഭർത്താവും 4-5 കുട്ടികളും ഉള്ളതാ. അനിയൻ വേറെ ആളെ നോക്ക്. തള്ളയാണ്. എന്നാ പിന്നെ വേറെ ഏതും നോക്കാം. ഏതായാലും ഗോപിയെ ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകണ്ട. മേനോൻ സാർ മാനസികമായി ആകെ തളർന്നിരിക്കല്ലേ. ഇപ്പോൾ ഗോപിയെ കണ്ടാൽ അത് കൂടുതലാകേ ഉള്ളൂ. പിന്നെന്ത് ചെയ്യും? അമ്മ, ഞാൻ പറഞ്ഞില്ലേ, ഗോപി തൽക്കാലം അമ്മാവന്റെ കൂടെ എസ്റ്റേറ്റിൽ താമസിക്കട്ടെ. അച്ഛനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇപ്പൊ അവരോട് പറയണ്ട. അത് തന്നെയാണ് എന്റെയും അഭിപ്രായം. എന്താ ഉണ്ണി ഗോപിയുടെ അടുത്തിരിക്കാതെ പുറത്തൊക്കെ ചുറ്റി നടക്കുന്നത്? അല്ല, ഗോപിയായിട്ട് തനിച്ചിരുന്ന വല്ല കുഴപ്പമുണ്ടാവുമോ ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. ലക്ഷ്മിയോ? എന്താ പെട്ടെന്ന്? എന്താ ഗോപി, സുഖം തന്നെയല്ലേ? തറവാട്ടമ്പലമൊക്കെ തകർത്തെന്ന് കേട്ടു. അതൊരു ഭാരമാണെങ്കിൽ ഈ കരിങ്കല്ലിന് വേണ്ടി കുറെ പണവും സമയവും ചെലവ് ചെയ്യാന്ന് പറഞ്ഞാൽ. ഇതാരാ മനസ്സിലായില്ലല്ലോ.
എന്ന് മനസ്സിലായില്ലേ? ഞാൻ ഗോപിയുടെ അമ്മയുടെ ചേട്ടത്തിന്റെ മകളുടെ മകളുടെ മകനാ. പറഞ്ഞു വന്നാൽ ഞങ്ങൾ നമ്മൾ ചേട്ടാഞ്ചന്മാർ, നിങ്ങൾ അങ്കിളും. വളരെ അടുത്ത് ബന്ധു. ഞാനും പപ്പിയും മമ്മിയും മലേഷ്യയിലായിരുന്നു. ഗോപിക്ക് സുഖമില്ലാന്ന് കേട്ടപ്പോ അടുത്ത ഫ്ലൈറ്റിൽ അങ്ങോട്ട് പറഞ്ഞു. വയസ്സായതുകൊണ്ട് മമ്മിയും പപ്പിയും വന്നില്ല. കാരണം അവർ ഫ്ലൈറ്റിന് ശരിക്കും വോമിറ്റ് ചെയ്യും. മനസ്സിലായി? എടാ, നുണ പറയുന്നതിന് ഒരു അതിരുണ്ട്. മതി, ഒന്ന് നിർത്ത്. തമാശ തമാശ. ഈ അമ്മ എപ്പോഴും തമാശ പറയൂ. അല്ലേ ഗോപേട്ട? ഗോപിക്ക് എന്ത് പറ്റി? ഇവനെന്താ ഒന്നും മിണ്ടാത്തത്? അത് പറയാനാ ചേട്ടാ ഞാൻ വന്നത്. ഇവനെ കുറച്ചു ദിവസം ഇവിടെ ഒന്ന് നിർത്തണം. അളിയന് ഇഷ്ടമാകുമോ? ഞാൻ ഭജനയും പൂജയൊക്കെ ഉള്ള ആളാണല്ലോ. അതൊന്നും സാരമില്ല. ഞാൻ ചേട്ടനോടെല്ലാം വിശദമായിട്ട് പറയാം. മാമോനെ. അങ്കിൾ അങ്കിൾ, ഞാൻ മലേഷ്യയിൽ നിന്ന് വരുമ്പോ അങ്കിളിന് വേണ്ടി ഒന്നും കൊണ്ടുവരാൻ കഴിഞ്ഞു. അടുത്ത പ്രാവശ്യം വരുമ്പോ ഞാൻ കൊണ്ടുവരാം. കളിയും പറഞ്ഞ് നിൽക്കരുത്, വേഗം വരണം. ഓ, ഗോപിയുടെ കാര്യം എന്തായി? ലക്ഷ്മമ്മേ, മകന്റെ കാര്യം വല്ലതും പറയാറായോ? ഞാൻ എന്ത് പറയാനാ? ആശുപത്രിയിലാണോ? ഞാൻ അങ്ങോട്ട് പോവാണ്. പലതും കേട്ടു. എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. അമ്മേ, വാ മോളെ, കയറിയിരിക്കും. ഒരു പക്ഷേ നിനക്കെങ്കിലും അവന്റെ ഓർമ്മ വീണ്ടെടുക്കാൻ കഴിഞ്ഞേക്കും. ഞാൻ അമ്മയോട് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞോളാം. ജാനു, നീ വീട്ടിലേക്ക് പോയിക്കോ. അടുക്കള പണിയൊന്നും ആയിട്ടില്ല. ശരി, വരും മോളെ. ഇതാരാണെന്ന് നോക്കിയ മോനെ. ഗോപിയേട്ട, മനസ്സിലായില്ലേ മോനെ? മാലു. ഗോപിയേട്ടന് എപ്പോഴും ഒരു ഉത്സാഹമില്ലാത്ത എന്താ? ഉത്സാഹമില്ലാഞ്ഞിട്ട് ഇന്ന് കുളിച്ചില്ലേ? ഇല്ല, ഇന്നലെയും കുളിച്ചില്ല. അതെന്താ? തോന്നിയില്ല, ഒന്നും തോന്നുന്നില്ല. ദിവസവും കുളിക്കണം മോനെ. ആ മാലു, നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ ഏട്ടനെ കാണട്ടെ. പിന്നെ പോകാമേ. അച്ഛൻ വരില്ലേ അമ്മേ? അച്ഛൻ വന്നാ ഞാനിവിടെ വരില്ല. ഗോപിയേട്ടന് ആരെയാ ഇഷ്ടം?